4-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വായിച്ചാട്ട്. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 16 and 17. പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ എന്തിനു വേണ്ടി വന്നു? യോഹന്നാൻ 14-ന്റെ 16-ഉം 17-ഉം. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടിയിരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനവന് ലഭിപ്പാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അറിയുന്നു. ഇവിടെ യോഹന്നാന്റെ ലേഖനത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന അതിന്റെ യോഹന്നാന്റെ അധ്യായം 14-ാം അധ്യായം 1-2 വാക്യം വായിച്ചാട്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഇവിടെ കർത്താവരോട് പറയും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അവിടെ ഹൃദയം കലങ്ങാനുള്ള കാര്യം എന്തായിരുന്നു എന്ന് ചിന്തിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തു അവരെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നതിന് മുൻപ് അവരെല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു. പത്രോസ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മത്തി ചുങ്കം ടാക്സ് കളക്ട് ചെയ്തുകൊണ്ട് എല്ലാവരും ജോലി ചെയ്യുന്നവരായിരുന്നു. കർത്താവ് വിളിച്ചപ്പോൾ അവർ ജോലി വിട്ട് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. അതിനുശേഷം ആ സമയത്ത് കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. 1000 10,000 അവരുടെ പുറകെ വന്നപ്പോൾ ഞങ്ങളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോകണമേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നല്ലൊരു ബഹുമാനമുള്ള ജോലി പോലെ അവർക്ക് തോന്നി. എന്നാൽ കർത്താവ് വളരെ ശക്തമായി പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവരെല്ലാം വിട്ടേച്ചു പോയി. ജനങ്ങളും അവർക്കെതിരായി. ഒന്ന് ജോലി അവരുടേത് പോയി, ജനങ്ങളും അവർക്കെതിരായി, യേശുവിനെതിരായി തീർന്നു. ഒടുവിൽ കർത്താവ് പറഞ്ഞു, ഞാനും നിങ്ങളെ വിട്ടേച്ചു പോവുകയാണ്. അപ്പോൾ അവരുടെ ഹൃദയം കലങ്ങിപ്പോയി. ജോലി പോയി സാരമില്ല, മറ്റുള്ളവരെതിരായി സാരമില്ല, കുറഞ്ഞ പക്ഷേ യേശുവെങ്കിലും കൂടെയുണ്ടല്ലോ. യേശു പറഞ്ഞു, ഞാനും നിങ്ങളെ വിട്ടേച്ചു പോവുകയാണ്. അപ്പോൾ അവരുടെ ഹൃദയം വല്ലാതെ കലങ്ങി. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ വേറൊരു കാര്യസ്ഥനെ എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ അയച്ചു തരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ കാര്യസ്ഥനാണ്, നമ്മുടെ സകല കാര്യങ്ങളും ചെയ്യുന്ന കാര്യസ്ഥൻ. ഏത് കാര്യം പറഞ്ഞാലും ചെയ്യുവാൻ കഴിവുള്ളവനാണ് പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ. ഞാൻ മിലിറ്ററിയിലിരിക്കുമ്പോൾ ഒരു കാര്യം പരിശുദ്ധാത്മാവ് ചെയ്യാവുന്ന നിങ്ങൾക്ക് പ്രയാസമെന്ന് തോന്നുന്നത്, 1962 ചൈനയുമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈന, അന്ന് ഞാൻ കോർ ഓഫ് എഞ്ചിനീയേഴ്സിലാണ്. ചൈന വളരെയധികം ആസാമിൽ വളരെയധികം മുൻപോട്ട് വന്നു. നമ്മുടെ അനേക 1000 മൈലുകൾ അവർ പിടിച്ചെടുത്തു, അനേക പേര് കൊല്ലപ്പെട്ടു. അങ്ങനെ ഇവിടെ അമേരിക്ക നമുക്ക് സഹായത്തിനായി ഒരുപാട് മൈൻസ് അയച്ചു. 4 പ്ലെയിൻ നിറയെ NM-14 വന്ന ചെറിയ മൈൻസ്. അപ്പോൾ ആ മൈൻസ് വന്നാൽ അത് മൈൻസിന് എന്തോ കുഴിബോംബ് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അത് ഓരോരുത്തർ കുഴിച്ചു വെച്ചാൽ പിന്നെ അവർ വരികയാണെങ്കിൽ ആ മൈൻസ് തട്ടി അവർ മരിച്ചു പോകും, അത് പൊട്ടിയിട്ട്. അവരെ തടയാനാണ്. അപ്പോൾ 4 പ്ലെയിനിൽ അമേരിക്ക അയച്ചെങ്കിലും ഞങ്ങൾ തേജ്പൂരിലാണ് അവിടെ വന്ന് പ്ലെയിൻ ഇറങ്ങി. എന്നാൽ ആദ്യത്തെ പ്ലെയിനിൽ അവരെ ഈ മൈൻ എങ്ങനെയൊക്കെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ എല്ലാം ഉള്ളത് അയച്ചത് ആഗ്രായിൽ വന്നിറങ്ങി. പിന്നാണ് മനസ്സിലായി ആഗ്രായിൽ 3 പ്ലെയിനിലോട് നിറച്ച് മൈൻസ് വന്നു. ഞങ്ങൾ എഞ്ചിനീയേഴ്സിനോട് മിലിറ്ററി ഡീവ് കമാൻഡറും കോർ കമാൻഡറും അതുപോലെ കമാൻഡ് ഈസ്റ്റേൺ കമാൻഡ് പറയാം, പെട്ടെന്ന് മൈൻസ് വെക്കുക. അപ്പം മൈൻസ് നോക്കിയാൽ അതെങ്ങനെയാ തുറക്കുന്നത് അഴിക്കുന്നത് ആർക്കും അറിഞ്ഞുകൂടാ. വളരെ ഭാരപ്പെട്ടു നിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഇത് ചെയ്യാൻ ഞാൻ നിന്നെ ഒരുക്കുന്നു. ഞാൻ ഉടനെ ഒരു ചെറിയ മൈൻ എടുത്തുകൊണ്ട് ഞങ്ങളുടെ കമാൻഡിങ് ഓഫീസറോട്, ഞാൻ അവിടെ ഒരു ബങ്കർ വലിയൊരു ഈ മണൽ കൊണ്ടുള്ള ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്, ഞാൻ തന്നെ പോയി. ഞാൻ പറഞ്ഞു, ഞാൻ പോയി ഇത് നോക്കിയിട്ട് വരാം. ഞാൻ അവിടെ വളരെ ദൂരെ 1500 വരെ പോയി. അത് ബോംബ് പൊട്ടിയാൽ ഞാൻ മരിച്ചു പോകും. ഞാനത് വെച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, സകലതും പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നെ പഠിപ്പിക്കണമേ ഇതെങ്ങനെയാണെന്നുള്ളത്. ഞാൻ അതിനുമുമ്പ് കണ്ടിട്ടില്ല, ഒരുത്തരും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ്, മറ്റുള്ളവരെല്ലാം വളരെ ദൂരെ പേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക, എപ്പോഴാ പൊട്ടുന്നത്. ഞാൻ സാവകാശത്തിൽ അത് തുറന്ന് മുഴുവനും അഴിച്ച് എങ്ങനെയാണ് അത് വീണ്ടും യോജിപ്പിക്കേണ്ടത് എന്താണെന്നുള്ളത് മുഴുവനും കണ്ടു കഴിഞ്ഞ് ഞാൻ വെള്ളക്കൊടി പൊക്കി കാണിച്ചു. എല്ലാം ശരിയാണ്. അപ്പോഴത്തേക്ക് ഓഫീസേഴ്സ് എല്ലാം വന്ന് സന്തോഷത്തോടെ വന്ന് ഞാൻ അവരെ എല്ലാം പഠിപ്പിച്ചു. 2-3 മണിക്കൂറിനുള്ളിൽ ഹെലികോപ്റ്ററിൽ മൈൻസ് കൊണ്ട് വയ്ക്കാനിടയായി. അപ്പോൾ പരിശുദ്ധാത്മാവ് കാര്യസ്ഥന. ഞാൻ ഇങ്ങനെ നമ്മൾ വിചാരിക്കും ആത്മീയമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. അല്ല,
ഭൗതികമായ കാര്യങ്ങളും സകലതും പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന് കഴിയുന്നതാണ്. ഞാൻ ഡാപ്പൊടി CME കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയേഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഞ്ചിനീയറിംഗ് എനിക്ക് ബ്രിഡ്ജിങ് ഡിസൈൻ വളരെ പ്രയാസമുള്ളതാണ്. എന്നാൽ കർത്താവ് കൃപ അന്ന് ഞാൻ യോഗങ്ങൾക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങളുടെ തിയറിറ്റിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, 4 മണിക്കൂർ എഴുതണം, ഏറ്റവും വലിയ പ്രയാസമുള്ളതാണ്. ഞാൻ അന്ന് രാത്രി 11 മണി വരെ യോഗങ്ങൾക്കെല്ലാം പോയി അവിടെ എല്ലാം പോയി സുവിശേഷമൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവൻ ഈ പ്രാവശ്യം തോറ്റത് തന്നെ. എൻ്റെ കൂടെയുള്ള മറ്റുള്ളവരെല്ലാം പറഞ്ഞു. പിറ്റേ ദിവസം പേപ്പർ എഴുതിയ പരിശുദ്ധാത്മാവിനോട്, അപ്പോൾ ടീച്ചർ പഠിപ്പിച്ചതെല്ലാം പ്രൊഫസർ പഠിപ്പിച്ചല്ല അതുപോലെ ഓർമ്മ വന്നു. എല്ലാവരും എഴുതി കൊടുക്കുന്നതിന് 1/2 മണിക്കൂർ മുമ്പേ ഞാൻ എഴുതി കൊടുത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ കൂടെയുള്ള പറഞ്ഞു തീർന്നത് തന്നെ. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഇന്നും ഡാപ്പടി കോളേജ് ഓഫ് മിലിറ്ററി പോയ AM ശ്യാമലിൻ്റെ പേര് അവിടെ ഗോൾഡൻ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുവാൻ കർത്താവ് പരിശുദ്ധാത്മാവ് സഹായിച്ചു. ഞാൻ പറയുന്നത് ഏത് കാര്യത്തിലും കർത്താവിൻ്റെ വേലയിൽ മാത്രമല്ല, എല്ലാറ്റിലും. ഞാനിത് പറഞ്ഞതിൻ്റെ താല്പര്യം, ചില ദൈവമക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയും നിങ്ങൾ യോഗത്തിനൊന്നും വരണ്ട, വീട്ടിൽ നിങ്ങൾ പഠിച്ചേച്ചാൽ മതി എന്ന് പറയും. പ്രിയമുള്ളവരെ, യോഗത്തിനൊന്നും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ അവരുടെ ബുദ്ധി നല്ലതായിത്തീരും. ഇന്ന് നിങ്ങൾ മക്കളെ വീട്ടിൽ വിട്ടേച്ച് പോന്നാൽ അവർ ടെലിവിഷനിൽ നോക്കി സാത്താൻ്റെ ശക്തിയാൽ നിറഞ്ഞിരിക്കും. അവർ നല്ലവണ്ണം പഠിക്കാൻ പരിശുദ്ധാത്മാവ് അവരെ പഠിപ്പിച്ചാൽ അവരുടെ ബുദ്ധി വളരെ നല്ലതായി തീരുവാനിടയാകും. കർത്താവിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ കാര്യസ്ഥനായി നമ്മൾ എപ്പോഴും കൂടെ ഇരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ്? 1 നമ്മുടെ കാര്യസ്ഥൻ, 2 എപ്പോഴും കൂടെ ഇരിക്കുന്നവൻ. ഹല്ലേലൂയ. എലിയസർ നമ്മുടെ കാര്യസ്ഥൻ, എപ്പോഴും കൂടെ ഇരിക്കുന്നവൻ. ഇനി 14:26 വായിച്ചാട്ട്. എങ്കിലും പിതാവിന്റെ നാമത്തിലയപ്പാനുള്ള പരിശുദ്ധാത്മെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. 3-ാമത്തെ കാര്യം, സകലതും ഉപദേശിച്ചു തരും. എപ്പോഴും കൂടിയിരിക്കും, കാര്യസ്ഥനാണ്, സകലതും ഉപദേശിച്ചു തരും. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. പറഞ്ഞതൊക്കെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. 4 കാര്യം. സകലതും ഉപദേശിച്ചു തരും, സ്തോത്രം, പറഞ്ഞതൊക്കെയും ഓർമ്മപ്പെടുത്തും, എപ്പോഴും കൂടിയിരിക്കും, കാര്യസ്ഥനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുകൂടാതെ സകലം ഉപദേശിച്ചു തരും. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ സമയത്ത് ഓർമ്മപ്പെടുത്തും. നമുക്കെല്ലാ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവം. ഞാനൊരു പ്രാവശ്യം അമേരിക്കയിൽ വളരെ പല സ്ഥലങ്ങളിൽ ടെലിവിഷൻ സ്റ്റേഷനിലും പ്രസംഗിച്ചു. അതുകൊണ്ട് വലിയ ബഹളങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ അമേരിക്കൻ രാഷ്ട്രത്തെയും കുറ്റം പറയുകയും, കാരണം നിങ്ങൾ പാപത്തിലേക്ക് പോവുകയാണ്. ഞാൻ മയാമിയിൽ പ്രസംഗിച്ചപ്പോൾ 3 പ്രാവശ്യം എന്നെ അറസ്റ്റ് ചെയ്യാനിടയായി. അമേരിക്കയിലും 3 പ്രാവശ്യം എന്നെ അറസ്റ്റ് ചെയ്തു. നിങ്ങൾ സമാധാനം. അപ്പോൾ ഇതെല്ലാം വലിയ ന്യൂസായി. ഞാൻ ഒരു പ്രാവശ്യം ന്യൂയോർക്കിൽ വന്നപ്പോൾ അവിടെ കർത്താവിൻ്റെ ദാസൻ ജിജി വർഗീസിൻ്റെ അവിടെ വന്നു. ജിജി വർഗീസ് രാത്രി 8 മണിക്കാണ് വന്നത്. ഞാൻ ചിക്കാഗോയിൽ വന്നപ്പോൾ അവിടെ വെളിയിലെല്ലാം ഒരുപാട് ഈ ന്യൂസ് മീഡിയയുടെ ട്രക്കും അതെല്ലാം. ഞാൻ വിചാരിച്ചു അവിടെ ഏതോ വലിയ പ്രോഗ്രാം, നാഷണൽ പ്രോഗ്രാം വല്ലതും ഉള്ളതുകൊണ്ട് വല്ലതും നടക്കുകയായിരിക്കും. ഒത്തിരി ട്രക്കെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ വീട്ടിൽ വന്നപ്പോൾ ജിജി വർഗീസ് പറഞ്ഞു നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ CNN-ഉം BBC മറ്റു അനേക മീഡിയ ഇവിടെ വന്നിട്ടുണ്ട്, അവർ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ജിജി വർഗീസിൻ്റെ വീടിൻ്റെ കീഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ അതെല്ലാം ഒരുങ്ങിയിരിക്കുകയാണ്, അതിൻ്റെ ആൻറ്റേണയായിട്ടാണ് ഈ ട്രക്കെല്ലാം വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു 10 മിനിറ്റ് സമയം, ഞാൻ യാത്ര ചെയ്തു വന്നാണല്ലോ, ഞാൻ ബാത്റൂമിൽ പോയൊന്ന് കുളിക്കാൻ സമയമില്ല, ഒരു ചെറിയ കാപ്പി കുടിച്ച് മുഖം കഴുകി ഞാൻ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ എല്ലാ ന്യൂസ് മീഡിയക്കാരുമുണ്ട്. അവർ പറഞ്ഞു നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഞങ്ങൾ വന്നിരിക്കുക. അപ്പോൾ എന്നെ ഇടയ്ക്ക് ഒരു കറങ്ങുന്ന കസേരയിൽ ഇരുത്തിയിട്ട് 4 വശത്തും ടെലിവിഷൻ. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുകയാണ്, സ്ക്രീനിൽ നോക്കിക്കോളാനും പറഞ്ഞു. നീ പറയുന്നതെല്ലാം ലൈവ് ബ്രോഡ്കാസ്റ്റിൽ നടക്കുക. കർത്താവിന് സ്തോത്രം. എൻ്റെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് സകലതും ഉപദേശിച്ചു തരുവാൻ കഴിവുള്ള പരിശുദ്ധാത്മാരാച്ചു ഓരോ ചോദ്യങ്ങൾ അവർ ആത്മീയ കാര്യങ്ങളും മറ്റതെല്ലാം. ഞാൻ അന്ന് അവരോട് ഒരു കാര്യം പറഞ്ഞത്, അന്ന് പാറ്റ് റോബർട്ട്സൺ അമേരിക്കൻ പ്രസിഡന്റായിട്ട് നിൽക്കാനായിട്ടുള്ള സമയമായിരുന്നു. അപ്പോൾ പാറ്റ് റോബർട്ട്സൺ, ഞങ്ങളുടെ ഒരു യോഗത്തിന് പാറ്റ് റോബർട്ട്സിൻ്റെ ആളുകൾ വന്ന് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ മേടിക്കാൻ, അദ്ദേഹത്തിന് വേണ്ടി 1 മില്യൺ സിഗ്നേച്ചർ വേണമെന്നാൽ നിൽക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു, ബൈബിൾ ക്ലാസിൻ്റെ സമയത്ത് ആയിരങ്ങൾ ഇരിക്കുമ്പോൾ പാറ്റ് റോബർട്ട്സൺ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞു പാറ്റ് റോബർട്ട്സൺ ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ്ഷിപ്പിന് നിൽക്കുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കോപമായി, വെള്ളക്കാരാൻ. അവർ പറഞ്ഞു അതെങ്ങനെയാ, നിന്റെ യോഗത്തിന് 1000-ഓ 2000-ഓ ആയി അവർ വന്നാൽ പാറ്റ് റോബർട്ട്സൻ്റെ രാജ്യത്തിന് മില്യൺസാണ് വരുന്നത്. ഞാൻ പറഞ്ഞു അന്ന് ഗോർബച്ചോവ് ഉള്ള കാലമാണ്.
ഞാൻ പറഞ്ഞു സോവിയറ്റ് യൂണിയൻ നടക്കുന്ന കാലമാണ്. ഞാൻ പറഞ്ഞു സോവിയറ്റ് യൂണിയൻ്റെ ഗോർബച്ചോവും പ്രസിഡന്റ് പാറ്റ് റോബർട്ട്സും കൂടെ ഒന്നിച്ച് സമ്മിറ്റ് നടത്തുമ്പോൾ ഗോർബച്ചോവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ ന്യൂക്ലിയർ വെപ്പൺസ് എല്ലാം എവിടെ വെച്ചിരിക്കുകയാണ്? അപ്പോൾ ഗോർബച്ചോവിനോട് പാറ്റ് റോബർട്ട്സ് സത്യം പറയാൻ ഒക്കുമോ? ഉടനെ അവർ പറഞ്ഞു, അത് പറയാൻ ഒക്കെയല്ല, ഞങ്ങളുടെ നാഷണൽ സീക്രട്ട് രഹസ്യമൊന്നും പറയാൻ ഒക്കെയല്ല. അപ്പോൾ നിങ്ങളുടെ പ്രസിഡന്റ് ആകുന്ന കർത്താവിന്റെ വലിയ ദാസനാകുന്ന പാറ്റ് റോബർട്ട്സിന് അമേരിക്ക രക്ഷിക്കാൻ കളവ് പറയണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ ഇതായി. ഇതെല്ലാം പിറ്റേ ദിവസത്തെ ന്യൂയോർക്ക് ടൈംസിലെല്ലാം അതുപോലെ ന്യൂസിലെല്ലാം വന്നു. അതോടുകൂടെ പാറ്റ് റോബർട്ട്സൺ പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് അനൗൺസ് ചെയ്തു, ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ എതിരായിട്ടുള്ളവരെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പബ്ലിഷ് ചെയ്തു. അപ്പൊ ഇതെല്ലാം കൂടെ ചോദിക്കാനാണ് അവർ വന്ന് നീ ഞങ്ങളുടെ ഇവിടെ വന്ന് വലിയ ബഹളം ഉണ്ടാക്കി. ഇതെല്ലാം ഉണ്ടാക്കിയപ്പോൾ ഓരോ ചോദ്യങ്ങൾ അവർ 2.5 മണിക്കൂർ അവർ ഇത്ര കർശനമായി ചോദിച്ചപ്പോൾ കൃപയാൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ സകല ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് അതിന്റെ ആങ്കറിംഗ് ലേഡി ഒരു സ്ത്രീ ആയിരുന്നു. എല്ലാവരുടെയും ഇത് അവർ വന്ന് കൈ ഉപ്പിട്ട് പറഞ്ഞു, കൈ ഷെയ്ക്ക് എന്ന് പറഞ്ഞു, നീ ഒരു വലിയ ആളാണ്. ഞാൻ പറഞ്ഞു, ഞാനല്ല, എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് സകലത് ഉപദേശം. അതുകൊണ്ട് പ്രിയമുള്ള, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്, ജോലിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വേലയിലായിരിക്കുന്നവരെ, നിങ്ങൾക്കെല്ലാവർക്കും സകലതും ഉപദേശിച്ചു തരുവാൻ കഴിയുള്ളവനാണ് പരിശുദ്ധാത്മാവ്. വെറും കർത്താവിന്റെ മാർഗം മാത്രമല്ല, അവൻ ദൈവമാണ്. നിങ്ങൾ എത്ര വലിയ ജോലിയിലായിരിക്കുന്നെങ്കിലും, നിങ്ങൾ എത്ര വലിയ പ്രയാസമുള്ള കാര്യത്തിലായിരിക്കുന്നെങ്കിലും, ചെറിയ കാര്യമാണെങ്കിലും ഉപദേശിച്ചു തരുവാൻ കഴിയുള്ളവനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവുന്ന ദൈവം സകല ഉപദേശിച്ചു. ഇനിയും അതിന്റെ 16-ാം അധ്യായത്തിന്റെ യോഹന്നാൻ 16:7 കൂടെ വായിച്ചാൽ, യോഹന്നാൻ 16:7. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. 1 കാര്യസ്ഥൻ, 2 എപ്പോഴും കൂടിയിരിക്കും, 3 സകലതും ഉപദേശിച്ചു തരും, 4 കർത്താവ് പറഞ്ഞതെല്ലാം ഓർമ്മപ്പെടുത്തും, 5 നാം മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയോട് ഇത് പാപം, ഇത് ചെയ്യരുത്. നമ്മുടെ മനസ്സാക്ഷി നമ്മൾ കൊടുക്കുന്ന വാണിങ്ങിനേക്കാൾ കൂടുതലായി ഒരു സ്ട്രോങ് ആയി വാണിങ് തന്നുകൊണ്ട് ഇത് പാപമാണ്, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം. ഇനിയും അതിന്റെ 13-ാം വാക്യം വായിച്ചാട്ടെ, 16:13. യോഹന്നാന്റെ സുവിശേഷം 16:13. ജോൺ ചാപ്റ്റർ 16:13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ സകല സത്യത്തിലും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നത് കൈകൊട്ടി അന്വേഷണം പറയാനല്ല. ഇന്ന് പലരും, ഞാൻ ഇതെടുത്ത് പറയാൻ കാരണം, പലരും വിചാരിക്കാൻ കണ്ണുകൊട്ടി 2 അന്യഭാഷ പറഞ്ഞ് കുറച്ച് നൃത്തം ചെയ്ത് സന്തോഷിക്കാൻ, അതിനല്ല വന്നത്. എപ്പോഴും നിന്നോട് കൂടെ ഇരിക്കാൻ, നിന്റെ കാര്യസ്ഥനായി സകല കാര്യങ്ങളും ചെയ്യുവാൻ, സകലതും നിന്നെ ഉപദേശിക്കുവാൻ, കർത്താവ് പറഞ്ഞതെല്ലാം ഓർമ്മപ്പെടുത്തുവാൻ, പാപത്തെക്കുറിച്ച് പറയുവാൻ, നിന്നെ സകല സത്യത്തിലും വഴി നടത്തുവാൻ. ഹല്ലേലൂയ. കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് വന്നത് സകല സത്യത്തിലും വഴി നടത്തുവാൻ. ഇനി അതിന്റെ കീഴ്പോട്ട് വായിച്ചാൽ, അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ള നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. വരുവാനുള്ള കാര്യങ്ങൾ അറിയിച്ചു തരികയും ചെയ്യും. ഇതെന്താണ്? എൻ്റെ ജീവിതത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ ഒത്തിരി പ്രാവശ്യം പോലീസ് പിടിച്ചിട്ടുണ്ട്. ചൈനയിൽ ഞാൻ 3 പ്രാവശ്യം അറസ്റ്റ് ആയതാണ്. ചൈനയിൽ എത്ര പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ എത്ര പ്രാവശ്യമായി, എത്ര ആശുപത്രികളുണ്ടായി. എന്നാൽ എല്ലാ സംഭവങ്ങളും നടക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവ് ഒരു വാണിംഗ് തരും. ഏതോ നടക്കാൻ പോവുകയാണ്, ഏതോ സംഭവിക്കാൻ പോയി, എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാകത്തില്ല. ഒരു അഡ്വാൻസ് വാണിംഗ്, ഏതെങ്കിലും നടക്കുന്നതിന് മുൻപേ ഒരു അഡ്വാൻസ് വാണിംഗ്, ഒരു നേരത്തെ ഒരു മുന്നറിയിപ്പ് തന്ന് ഞാൻ മാനസികമായി അതിനെ നേരിടാൻ ഒരുങ്ങുക. അതുകൊണ്ട് ദൈവകൃപയാൽ ഇന്ന് വരെ സർപ്രൈസായിട്ടൊന്നും നടന്നിരിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നില്ല ആക്സിഡന്റ് ഇങ്ങനെ ഉണ്ടാകും, ഇല്ല, എന്നോട് അങ്ങനെ പറയുന്നില്ല. ഇങ്ങനെ പോക്കറ്റ് അടിക്കുമെന്ന് പറയുന്നില്ല. ഇന്ന് ഏതോ നടക്കും, ഏതോ ഉണ്ടാകും എന്ന് മനസ്സിലൊരു അഡ്വാൻസ് വാണിംഗ്.
ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് സാത്താൻ വന്ന് സർപ്രൈസ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് ഒന്ന് നേരത്തെ, അപ്പോൾ ഒന്ന് നേരത്തെ ഒന്ന് ഒരുങ്ങിയിരിക്കും. എനിക്ക് ആക്സിഡന്റ് വന്നിട്ടുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുമ്പോൾ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. എത്ര പ്രാവശ്യം അറിയാതെ അടികൊണ്ടിട്ടുണ്ട്. ഓപ്പണയെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടികൊണ്ടിട്ടുണ്ട്. അന്നെല്ലാം നേരത്തെ ഒരറിവ്, ഒരു മുന്നറിയിപ്പ്, ഇന്നേതോ ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ സ്തോത്രം പറഞ്ഞ് ഒന്നൊരുങ്ങി. അതുകൊണ്ട് ഇന്ന് വരെ ദൈവകൃപയാൽ സാത്താൻ എന്നെ സർപ്രൈസായി അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകലതും അറിയിച്ചിடும். അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനുള്ളപ്പോൾ 1 എപ്പോഴും കൂടെ ഇരിക്കും. 2 നമ്മുടെ കാര്യസ്ഥനായ സകല കാര്യങ്ങളും ചെയ്യും. 3 നമ്മളെ സകല കാര്യങ്ങളും ഉപദേശിച്ചു തരും. നമ്മളോട് കർത്താവ് പറഞ്ഞതുപോലെ ഓർമ്മപ്പെടുത്തും, പാപത്തെക്കുറിച്ച് ബോധപ്പെടുത്തും, സകല സത്യങ്ങളും വഴി നടത്തും. അതുകൂടാതെ വരുവാനുള്ള കാര്യങ്ങളെ അറിയിക്കും. അപ്പോസ്തലപ്രവൃത്തി 1:8 കൂടെ വായിച്ചാട്ട്, പെട്ടെന്ന് വായിച്ചാട്ട്. അപ്പോസ്തലപ്രവൃത്തി 1:8 നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ, ഒന്ന് പെട്ടെന്ന് വായിച്ചിട്ട് പോകാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. ശക്തി ലഭിക്കും. 8ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ആ ശക്തി എവിടുന്നാണ്? ലൂക്കോസ് 24:49 വായിച്ചാണ്. ലൂക്ക് 24:49. ആ ശക്തി എവിടുന്നാണ്? ലൂക്കോസ് 24:49. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിനെന്ന് അവരോട് പറഞ്ഞു. ആ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. ഈ ശിഷ്യന്മാരുടെ കാര്യം ഓർക്കണം. ഈ ശിഷ്യന്മാർ ഈരണ്ടായി ദൈവം അവരെ അയച്ചപ്പോൾ അവർ പോയി രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരാണ്. കർത്താവായ യേശുക്രിസ്തു ഉയർത്തുന്നതിന് ശേഷം പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ഊതി. ഇങ്ങനെ അനുഭവം പ്രാപിച്ചവരോടാണ് കർത്താവ് പറയുന്നത്, ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പി. കന്യക മറിയാമിനെ കുറിച്ച് നാം വായിക്കുന്നു, പരിശുദ്ധാത്മാവിലാണ് ക്രിസ്തു അവൾ ജനിച്ചത്. എന്നിട്ടും ആ 120 പേരുടെ കൂട്ടത്തിൽ കന്യക മറിയാമാകുന്ന മറിയാമ്മ സഹോദരിയും കാത്തിരിക്കുകയാണ് പരിശുദ്ധാത്മാവിനാൽ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ടച്ച്, ഒരു പരിശുദ്ധാത്മാവിന്റെ ചലനമുണ്ടായാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവിനാൽ നിറയണം. ഈ ഗ്ലാസ് നിങ്ങൾ നോക്കിയാൽ, ഈ ഗ്ലാസ് ഇപ്പം മുഴുവനും നിറച്ചു വെള്ളമില്ല. നിങ്ങൾ ദൂരെ നോക്കിയാൽ എനിക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. കാണാമോ ദൂരെ നിന്നാൽ? ഇത്രയും ഭാഗത്തിൽ വെള്ളമില്ല, അവിടെ വായുണ്ട്. അത് നിങ്ങളൊന്ന് ഈ ഗ്ലാസ് അടിച്ചു പിടിച്ചൊരു ബക്കറ്റിലോട്ടുണ്ട് താഴ്ത്തു നോക്കിയാൽ വെള്ളക്കൊമ്പള വരുന്നത് കാണാം. അതുപോലെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നു. പരിശുദ്ധാത്മാവാണ് രക്ഷയുടെ വിത്ത് കൊണ്ടുവന്നത്. എന്നാൽ നിറവിന്റെ അനുഭവം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ അനുഭവം പ്രാപിച്ചെങ്കിൽ മാത്രമേ നാം പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുവാൻ കഴിയൂ. ഉയരത്തിലെ ശക്തി നമ്മൾ ധരിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞ പോലെ ആംസ്ട്രോങ്ങിനെ അവര് ചന്ദ്രനിലേക്ക് അയച്ചപ്പോൾ സ്പേസ് സ്യൂട്ട് കൊടുത്താണ് അയച്ചത്. അതുപോലെ 120 കൂടിയിരുന്നപ്പോൾ 120 സ്പേസ് സ്യൂട്ട് സ്വർഗത്തിൽ നിന്ന് വന്നു. അവർ ധരിച്ചുകൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിച്ചു. അതുപോലെ പ്രിയമുള്ളവരെ, അന്യഭാഷ പറയുവാനല്ല, അന്യഭാഷ എന്നുള്ളത് വെറും അടയാളം മാത്രമാണ്. എന്നാൽ എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കാൻ, എപ്പോഴും നമ്മളെ നടത്തുവാൻ, നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരുവാൻ, വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ, അതിനുവേണ്ടിയാണ് കാര്യസ്ഥനെ അയച്ചിരിക്കുന്നത്. ആർക്ക് ലഭിക്കും? ചിലർക്കുണ്ട്. ഈ പരിശുദ്ധന്മാർക്ക് ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുക. അങ്ങനെയല്ല. ആർക്ക് വിശുദ്ധമായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്, വിശുദ്ധന്മാർക്കല്ല പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്. ആർക്ക് വിശുദ്ധമായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 7:37 മുതൽ 39 വരെ വായിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 7:37 മുതൽ 39 വരെ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഇവിടെ ഒന്നാമത്തെ കണ്ടീഷൻ, ദാഹിക്കുന്നവർക്ക്.